സോ ഗായ്സ് ഇതാ നമ്മൾ അഗസ്ത്യാർ കൂടെ പോകാൻ റെഡി ആയിരിക്കുന്നു. ഓക്കെ, നമ്മൾ പാക്കിംഗ് എല്ലാം റെഡി ചെയ്തു, സെറ്റാക്കി. പിന്നെ ഫുഡ് ഇതാ മാറ്റി വെച്ചിട്ടുള്ളൂ. ഇത് വേറൊരു ടിന്നിലോ അല്ലെങ്കിൽ പാത്രത്തിലാക്കി വേണം കൊണ്ടുപോകാൻ. നമ്മളെ പ്ലാസ്റ്റിക് അലോ ചെയ്യും, പക്ഷെ അതിന് ഓരോ പാക്കറ്റ് അനുസരിച്ച് 100 റുപ്പീസ് കൊടുക്കും. ഇത് കുറേ പാക്കറ്റ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ചൊരു പാത്രത്തിലാക്കി സെറ്റ് ചെയ്യാറുണ്ട്. സോ പോടാ. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സ്കിന്നില്ല കേട്ടോ. അനന്ത് ഹായ് പറ. ഓക്കെ, കൂളിംഗ് ഗ്ലാസ് എടുക്കണോ? ചാവി അവിടെ. കൂളിംഗ് ഗ്ലാസിൻ്റെ ഒക്കെ മല കയറുമ്പോൾ സമയം ഏകദേശം 7 മണിയാകുന്നു. 6:30 പോകാൻ പറഞ്ഞതാണ്. ബാബു കമോൺ, ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു. ഷഡ്ഡിയൊന്നും ഇല്ലേ? ആകെപ്പാടെ ഒന്നേ ഉള്ളൂ. ക്യാമറ ചെയ്യാൻ പോകും. നമ്മൾ ഫോം പൂരിപ്പിക്കുന്നു. ഭയങ്കര കമോൺ അനന്തു. സന്തോഷം നോക്കി. സർ, ഓൾ ദി ബെസ്റ്റ് പറയൂ. ഞങ്ങളോട് ഓൾ ദി ബെസ്റ്റ് പറയൂ. ഓൾ ദി ബെസ്റ്റ് പറയൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ യു എന്നല്ലേ പറഞ്ഞു. ഓക്കേ ഓക്കേ ഓക്കേ. ബൈ ബൈ. ഹാപ്പി ജേർണി. താങ്ക് യു. ബാഗ് ഇല്ലടാ, ബാഗ് ഇവരാ. ഇവരാരും പിണക്കാതിരിക്കാനാ ഞാൻ വന്നത് തന്നെ. ഞങ്ങളെല്ലാവരുടെയും ബാഗ് ചെക്ക് ചെയ്ത് പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി. ഒരു ട്രക്കിങ്, എനിക്ക് പൊതുവേ ട്രക്കിങ് ഒരു രീതിയിലും ഇഷ്ടമില്ലാത്ത എന്നെ കൊണ്ട് ഈ 4 ചെക്കന്മാർ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അതാണ് പോലീസ് മാഡം ചോദിക്കുകയും ചെയ്യുന്നത് ലഗേജ് ഒന്നും ഇല്ലേ എന്നൊക്കെ. ഓരോ ബാഗും തുറന്ന് കാണിച്ച് അതിലെത്ര പ്ലാസ്റ്റിക് ഉണ്ടെന്ന് കൗണ്ട് എടുത്ത് നമ്മൾ ഏകദേശം ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് അവിടെ അടച്ചതിന് ശേഷം മാത്രമാണ് ഇവർ നമുക്ക് ഫോമിൽ ഫില്ല് ചെയ്ത് അതിലെഴുതി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ട്രക്കിങ്ങിന് അവർ പോകാൻ അനുവദിക്കുള്ളൂ. ആൻഡ്
നോക്കിക്കണ്ട മനസ്സിലാവും കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൻ്റെ ആരും തന്നെ ഇനിയില്ല. ബിക്കോസ് നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ട്രക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. Okay, let's go. അവിടെ രണ്ടുണ്ട്. Yes, നമ്മൾ 5 പേരുണ്ട്. പേര് തുടങ്ങി. ആ എന്നെ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പുലിയെ കണ്ടിട്ടുണ്ടോ? രാത്രിയാണോ? രാവിലെ നമുക്ക് പേടിച്ച് വെച്ചിരിക്കണം. എവിടെങ്കിലൊക്കെ ഉണ്ടാവൂല്ലേ പാമ്പ്? അയ്യോ അത് മാത്രം. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഇവിടെ എട്ടൊക്കെ ഉണ്ടാവുമോ? Hello guys, ടാറ്റാ അണക്ക. Sex. Ta-da-da. Kilometer start. Come on guys, let's go. വെച്ചോ ഫൺ എന്റെ പ്രശ്നം നിങ്ങൾ നോക്കേ അൽമനോ. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കരുമനയോർന്തി സ്ഥലത്താണ്. ആൻഡ് വി ഹാവ് ടു ക്രോസ് ദിസ് ആൻഡ് ഗോ. കരുമനയാണ്. യെസ്. അല്ലേ ആ ഞാൻ എൻ്റെ ഷൂ ആണ്. ഇതിപ്പോൾ ട്യൂണാണല്ലോ. എനിക്കിതൊന്ന് ഓഫ് ചെയ്യട്ടെ എന്നാലും എനിക്ക് വരാം. നടന്നു പോ ഗൈസ്.
ആൻഡ് വി ഹാവ് ക്രോസ് കരമനയാർ. 3 ആറിലെ 1ാമത്തെ ആറ് കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ട് സൂപ്പർ? അടിപൊളിയാണോ? സൂപ്പറാണോ? അങ്ങനെ നമ്മൾ 2ാമത്തെ ആറിലെത്തി ഗായ്സ്. സീ ദാറ്റ്. ആരാണോ നടന്നു പോകുന്നത്? ആൻഡ് വി ആർ ഹാവിങ് എ ലഞ്ച്. It's almost 12:45. Abhimanyu? 12:45. I mean 1:45. Just enjoying the nature. ഒരു ചേട്ടൻ നമുക്ക് നമ്മുടെ നിസ്സഹായ അവസ്ഥ കണ്ട് ചോറ് തന്നു. അത് കഴിക്കുക. അനിയന്മാർ ഇങ്ങനെ വേണം, ചേച്ചിമാർക്ക് വാരി കൊടുക്കണം. നടന്ന് ക്ഷീണിച്ചോണ്ടാന്ന് തോന്നുന്നു. തക്കാളി ചോറിന് വരെ സൂപ്പർ ടേസ്റ്റ്. അട്ടയാർ ഗൈസ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ആറ് കഴിഞ്ഞ് 3ാമത്തെ ആറിലോട്ട്. ഗൈസ് ഒരു വലിയ കറക്ഷനുണ്ട്. ഞങ്ങളിപ്പോൾ കഴിഞ്ഞത് വാഴപ്പീട്ടിയാണ്. ഇനിയാണ് അട്ടയാറിൽ പോകുന്നത്. എല്ലാവരും വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഫുൾ ഓൺ എനർജി ആയിട്ട് നടക്കുകയാണ് ഗൈസ്. അതെ, ആ ചേട്ടനെ നമ്മൾ വ്ളോഗിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ആ ചേട്ടന് 1000 നന്ദി അറിയിക്കണം. ബിക്കോസ് ആ ചേട്ടൻ്റെ ചോറാണ് നമ്മളിന്ന് കഴിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുന്നത്. നമ്മൾ അട്ടയാറെത്തി ഗൈസ്. നമ്മൾ അങ്ങനെ 3ാമത്തെ ആറും കഴിഞ്ഞു. 3ആറിലെത്തി ഗൈസ്. ഇല്ലേ, എത്ര നിമിഷ നേരം കൊണ്ടാണ് നമ്മൾ 3ആർ എത്തിയെന്ന് പറയൂ ആൽവിൻ. ഹൗ വാസ് ദാറ്റ്? നടന്നെത്തിയിരിക്കുന്നോ? എന്താ ചായക്ക് ഇപ്പം നമ്മളങ്ങ് എത്തണം എന്നാണ്. പക്ഷേ ഈ തേരി അത്രയും കയറി എപ്പോൾ എത്താനാണോ കൃഷ്ണ? All right, let's see. I am dying.
കുഞ്ഞിൻ്റെ തൊലി കണ്ടു, ചൂടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2. ഞങ്ങളിവിടെ ക്യാമ്പിലെത്തി. ഇന്നലെ ഒരു 5:30 ആയപ്പോഴേക്കും ഡെഡ് ലോക്ക് ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ ക്യാമ്പ്. കച്ചാൻ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. കൊട്ടുവായിടുന്ന ഉറക്കം ശരിയാക്കാനത്, ഉറക്കമൊക്കെ ശരിയായി ചുളുചുളു നടക്കുന്ന കുറേ ആൾക്കാർ. മല ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് അറിയുന്നുണ്ട് ഗൈസ്. ഇവിടെയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിരിക്കുന്നത്. അതാണ് നമ്മൾ കിടക്കുന്ന സ്ഥലം. ദൂരെ കാണുന്ന ഹൈറ്റാണ് റേഞ്ച് കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്ക് റേഞ്ച് കിട്ടുന്നതാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. ലെറ്റ്സ് വെയിറ്റ്. നമ്മളെ വെയിറ്റ് ചെയ്യാൻ കഴിക്കണം നമുക്ക്, ദുഷ്ടന്മാരെ. മൂന്നെണ്ണം മതി. അഗസ്ത്യർമല ട്രെക്കിംഗ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആണ്. ആൻഡ് തിരുവനന്തപുരത്താണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത് പോലും പല ഭാഗങ്ങളിലും ഈ ഒരു ട്രെക്കിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നു. നമ്മളൊന്ന് തമിഴ്നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അഗസ്ത്യാർകൂടം എന്നതാണ് സെക്കൻഡ് ഹൈസ്റ്റ് പീക്ക് ഇൻ കേരളയാണ്. അപ്പോൾ ആ ഒരു പീക്ക് പോയിന്റിന് അഡ്വെഞ്ചറസ്ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാവൽ ടു നേച്ചർ എന്നൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടായിരുന്നു. ഒരു ഇമ്മൻസ് ബയോഡൈവേഴ്സിറ്റി നിറഞ്ഞ ഒരു ഫോറസ്റ്റിലൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നത്. വളരെ റെയറായിട്ട് കാണുന്ന ഹെർബ്സ്, അതുപോലെ തന്നെ പല മെഡിസിൻ പ്ലാന്റ്സ്, മരങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ഒരു നേച്ചർ, പ്യുവർ നേച്ചർ എന്ന് പറയുന്ന ഒരു ലൊക്കാലിറ്റി കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ അതിരാവിലെ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ടീഡിയസ് അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് എന്ന് കൺസിഡർ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഒരു 2-3 ദിവസത്തെ ട്രെക്കിംഗ് ആണ്. ഇത് കംപ്ലീറ്റ്ലി കയറി ഇറങ്ങി വരാൻ ഉള്ള ഒരു ഡ്യൂറേഷൻ. ബോണക്കാട് എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനിൽ നിന്നാണ് ട്രെക്കിംഗ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു വേ തന്നെ, 1 വേ തന്നെ 24 to 28 കിലോമീറ്റർ ഉണ്ട്. ആൻഡ് ഫൈനൽ അതായത് രണ്ടാമത്തെ ദിവസത്തെ ട്രെക്കിങ്ങിലാണ് ഏകദേശം 5 തൊട്ട് 8 കിലോമീറ്റർ സ്ട്രെച്ചുള്ള ഒരു വാക്കിനെ നമ്മൾ പോകുന്നത്. അങ്ങനെ ആ 8 കിലോമീറ്റർ ലോങ് സ്ട്രെച്ച്ഫുൾ സ്റ്റീപ്പ് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ഡേ നമ്മളെല്ലാം ഡ്രസ്സപ്പ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയത്. ആസ് യൂഷ്വൽ ഞങ്ങൾ തന്നെയാണ് ലാസ്റ്റ് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ചെന്ത് ബാക്കിയുള്ളവരൊക്കെ നേരത്തെ തന്നെ ഫുഡ് കഴിച്ച് ഏർലി മോർണിംഗ് തന്നെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കും ആദ്യത്തെ ദിവസത്തെ 28 കിലോമീറ്റർ 1 വേ ട്രാവലാണ് ഏറ്റവും ടീഡിയസ്. ബട്ട് ആക്ച്വലി നോ. സെക്കൻഡ് ഡേയിൽ 8 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും, അത് 8 കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു എഫേർട്ട് ടു ക്ലൈംബ് അപ്പ് ദ ഹിൽ, ഒരു ലിറ്ററലി ക്ലൈംബിങ് അപ്പ് ദ ഹിൽ ഏകദേശം നല്ല ഡിഫിക്കൾട്ടാണ്. അവസാനത്തെ ഒരു 1000 മീറ്റർ നല്ലപോലെ ഒരു സ്റ്റീപ്പ് ക്ലൈംബാണ് നമുക്ക് വീട്ടിലിടുന്നത്, വിച്ച് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ഒട്ടുമിക്ക റിലീസിനും 108 വയസ്സുള്ള അമ്മൂമ്മനൊക്കെ കയറിയ ആ സ്റ്റീപ്പിൻ്റെ റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ ഉള്ള 8 കിലോമീറ്റർ അല്ലെങ്കിൽ 5-6 കിലോമീറ്റർ ഇത്രയും സ്ട്രെച്ച്ഫുൾ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അധികം ചൂടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസിലാണ് പോയതെങ്കിൽ പോലും നമുക്ക് ഈ കയറ്റം കയറുന്നത് കൊണ്ട് തന്നെ നമ്മുടെ
ഹൈഡ്രേഷൻ ലെവൽ വളരെ കൂടുതലായിരുന്നു. വളരെ ടീഡിയസ് ആയിട്ട് കെമിച്ചൊക്കെ തന്നെയാണ്. ഫോർ മീ ദാറ്റ് വാസ് എ പേഴ്സണൽ ചലഞ്ചിങ് ഫേസ്. ഒട്ടും തന്നെ കംഫർട്ടബിൾ ആയിരുന്നില്ല. ബട്ട് ട്രക്ക് ചെയ്തു. ഏകദേശം ആ ഒരു മലയും കുന്നുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട അത്രയും ഡിഫിക്കൽട്ടീസ് അത്രയും എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് പോയത്. എൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് വളരെ മൈൻഡാക്കാൻ കുറച്ചും കൂടെ എഫർട്ട്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ മൈ ലഗേജസ് വാസ് ക്യാരിഡ് ബൈ ദം. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ജനറൽ ഹെൽത്തി പേഴ്സൺ ഉണ്ടാവുന്ന അത്രയും സീരിയസ് ഡിഫിക്കൽട്ടീസ് എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ അക്കോർഡിംഗ് ടു മൈ ലിമിറ്റേഷൻസ് ഐ വാസ് വിത്ത് ദാറ്റ് ഡിഫിക്കൽട്ടി. ബട്ട് ഓൾ ടുഗെദർ ഒരു ഡിഫിക്കൽട്ടി എന്നിവർ വിളിക്കുന്ന ആ ലെവല് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ അതൊരു കംപ്ലീറ്റ്ലി വേറെ ലെവൽ ഓഫ് അഡ്വെഞ്ചറസ് രീതിയായിരുന്നു, ഇൻ ആൻഡ് ഔട്ട്. കാരണം ഈ വീഡിയോ കാണുന്ന നമുക്ക് ക്യാമറ ആംഗിൾ പോലും പിടിക്കാൻ പറ്റില്ല. കാരണം ഒന്നെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ വരി അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു ക്യാമറമാൻ ഭാഗം കൊടുക്കാനൊക്കെ തുടങ്ങിയത്. ബട്ട് ഇവർ എൻജോയ് സ്റ്റിൽ ഇല്ലല്ലോ, കോട എപ്പോഴും ഉണ്ടാവില്ലേ? ഉണ്ടാവണം. ഞാനൊരു കാര്യം പോരട്ടെ, നിങ്ങൾ തമ്മിൽ പറഞ്ഞൊരു തീർപ്പാണ്. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ആദിവാസി മൂപ്പത്തി പൂജ നായർ പൂർണ്ണേശ്വരിയോടൊപ്പം അവരുടെ ഗ്യാങ്. മൂപ്പത്തി ഇടയ്ക്ക് വെച്ച് ലേശം ആവശ്യമായെങ്കിലും പിന്നെ കണ്ണീരൊക്കെ തുടച്ചിട്ട് വീണ്ടും കയറുന്നുണ്ട്. മൂപ്പത്തി അഗസ്ത്യാർകൂടം ടോപ്പ് കണ്ടേ അടങ്ങും എന്ന വാശിയിലാണ്. വയ്യായികയെല്ലാം മാറ്റി വെച്ചിട്ടാണ് മൂപ്പത്തി ഓരോ ചുവടും വെക്കുന്നത്. മൂപ്പത്തിയെ സഹായിക്കാനായിട്ട് ജിന്ന ഓൾവറിനുമുണ്ട്. മനുഷ്യനെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇതൊരു പിൽഗ്രിമേജ് കൈൻഡ് ഓഫ് തീർത്ഥാടന കേന്ദ്രം എന്ന രീതിയിലൊക്കെ പണ്ടുള്ളവർ കൺസിഡർ ചെയ്തിട്ടുള്ളൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. അഗസ്ത്യാർകൂടം പോകുന്ന വഴിയിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 56 കിലോമീറ്റർ 2-way ട്രക്കിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത് 2-3 ദിവസത്തോളം സമയം എടുക്കുന്നത്. 28 കിലോമീറ്റർ വൺ സൈഡ് മാത്രം തന്നെ ഉണ്ട്. ഏറ്റവും ടോപ്പ് പോയിന്റിൽ എത്തുന്ന ആ പോയിന്റിൻ്റെ ലെവൽ തൊട്ട് ബേസ് ക്യാമ്പ് വരെയുള്ള വൺ സൈഡ് ഡിസ്റ്റൻസ് ആണ് 28 കിലോമീറ്റർ. അവസാനത്തെ 8 കിലോമീറ്റർ ഏകദേശം ഇത്രയും ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ, കാരണം ക്ലൈമറ്റ് കണ്ടീഷൻ നമുക്ക് അഫോർഡബിൾ അല്ലെന്ന് വളരെയധികം ചലഞ്ചിങ് പറഞ്ഞിട്ടുണ്ട്. ക്ലൈമറ്റ് എതിരെയാണ് കേട്ടുവിടില്ലായിരിക്കും എന്ന് നേരത്തെ ഇവന്തോ അത് നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ കേട്ടുവിടില്ല, ഡേഞ്ചറസ് ആയിരിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റീപ്പ് ടെറൈൻ ക്ലൈംബിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ഫേസ്. ഇത് ഏകദേശം 3 തവണ ഇങ്ങനത്തെ ഒരു സ്റ്റീപ്പ് ക്ലൈംബിംഗ് ഉണ്ട്. അത് കയറി വലിച്ചിറങ്ങി വരുമെന്ന് പറയുന്നത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു എന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഒരുപാട് മനസ്സിലായി. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബ്യൂട്ടി, ഒരു ഗ്ലോയിങ് സയൻറ്റിഫിക് അല്ലെങ്കിൽ ഒരു സിനിക് ആയിട്ടുള്ളൊരു ബ്യൂട്ടിനെസ് മാത്രമല്ല എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമ്മൾ കാണണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചലഞ്ചിങ് ഫേസ് നമ്മൾ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്ത് വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു വി ഷുഡൻറ്റ് ഫീൽ അറ്റ് ലാസ്റ്റ് എന്നുള്ളൊരു സ്റ്റെപ്പ് ഓഫ് തോട്ടിലൂടെയാണ് പിന്നെ ഓരോ ചുവടും നയിച്ചത്.
ഒരു കാല് തെറ്റിയ തലയിൽ കുത്തി താഴെ കിടക്കുന്നുള്ള എല്ലാ ബോധവും ഉണ്ടായിട്ടും ഇത് കയറാൻ ഞാൻ കാണിക്കുന്ന മനക്കെടുത്ത് എനിക്കറിയില്ല. അത് എൻ്റെ പിന്നിൽ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പിള്ളേർ കൊണ്ട് മാത്രമാണ്. ലൈഫിൽ ഒരിക്കലും ഇതിൻ്റെ മുന്നിൽ കയറുന്ന ഒരു വിദൂരതയിൽ പോലും ഞാൻ ചിന്തിക്കുകയോ അത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഐ വിൽ നോട്ട് ആൻഡ് ഐ വോണ്ട് എന്ന് എനിക്കറിയാമെന്ന് വെച്ചാൽ നോ എന്ന് എപ്പോഴോ മനസ്സിൽ വെച്ചിട്ട് കാര്യത്തെ യെസ്സാക്കി മാറ്റിയവരാണ് എൻ്റെ പിള്ളേരുടെ. സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക്ഫുൾ ഗോഡ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഒട്ട് കളയാണ്ട് എന്നെ കൂടെ പിടിച്ചില്ല അവരെ, അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും. അതിൽ ഞാൻ ഡെഫിനറ്റ്ലി ഐ വുഡ് അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ ആം നോട്ട് സോ സ്ട്രോങ് ഇനഫ് ടു വാക്ക് അലോൺ ഇൻ ദിസ് path, and they were always there in all my steps and made me to climb up. ഞാനവിടെ താഴെ ഇരുന്നോളാം എന്ന രീതിയിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഐ ഡസൻറ്റ് മേക്ക് എനി കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി ടു എനിവൺ എൽസ്. ബട്ട് ഞങ്ങളുടെ കൂടെ വന്ന ആ വോളണ്ടിയർ ചേട്ടൻ പോലും പറഞ്ഞു ഞങ്ങൾ കൂടെ ഇരുന്നോളം അവർ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ ആ ഒരു മമ്മച്ചി പോലും വേണ്ട ഞങ്ങളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് എന്നെ കൂടെ നടത്തിച്ചു. I don't know what should I say for this. So thankful for this one. Make it. I really miss it. I love you, Lord. Yeah. കോട്ടു എവിടെ പോകുന്നു ഫ്ലൈങ്ങനെ? അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അഗസ്ത്യാർകൂടം എന്ന് പറയുന്ന പോയിന്റ്, അതായത് അതിലേക്ക് പിൽഗ്രിം സെൻറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. ബേസിക്കലി ഇവിടെ പണ്ട് തൊട്ട് പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ടെമ്പിൾ. അവിടെ അഗസ്ത്യർ മുനിനെ കാണാൻ വേണ്ടി ഞങ്ങളെത്തി. ദാറ്റ്സ് വേർ വി ഫെൽറ്റ് വി ടച്ച് ദ പീക്ക്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അത് കണ്ടു. ആൻഡ് വി ഡിഡ് ഇറ്റ് എന്നൊരു ഫീല് ഈ ഒരു മൊമെന്റിൽ റിയലി ഫെൽറ്റ് ദാറ്റ്. Yes. This is Agasthyamuni. Okay. നമ്മളങ്ങനെ ടോപ്പിലെത്തി. അനന്തു എങ്ങനെ ഉണ്ടായിരുന്നു? പ്യുവർ നോൺസെൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു മോനു? ചലഞ്ചിങ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി റിഡിക്കുലസ്. ആരും ഇവിടെ വരേണ്ട ആവശ്യമില്ല. 2 കിലോമീറ്റർ താഴെ വേറൊരു പാറയുണ്ട്, അവിടെ ഇരുന്നാൽ മതി. ഇങ്ങോട്ട് ആരും കയറി വരേണ്ട ആവശ്യമില്ല. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. തിരിച്ച് ഊണ് കഴിക്കാൻ പോലെ. നേരത്തെ പോയില്ലെങ്കിൽ ഊണ് കിട്ടത്തില്ല. നേരത്തെ പോയില്ലെങ്കിൽ ഊണ് കിട്ടില്ല.
ഇങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കി, ഓർത്ത് ചിരിക്കാൻ മാത്രവും ഓർത്ത് കരയാനും ഓർത്ത് ചിന്തിക്കാനും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ട്രിപ്പിലൂടെ നേടിയെടുക്കാൻ സാധിച്ചു. ആൻഡ് this was also and yet another beautiful chapter in my life.